ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി ഭക്ത ജനലക്ഷങ്ങൾ തിരുവനന്തപുരം നഗരിയിൽ എവിടെയും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് 40 ലക്ഷത്തോളം വനിതകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വനിതാ സംഗമമാണ്. നമുക്ക് നോക്കത്താ ദൂരത്തോളം വനിതകൾ ഇങ്ങനെ ഒഴുകി നീങ്ങുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇന്നലെ തന്നെ ഏതാണ്ട് തിരുവനന്തപുരം നഗരം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദിവസം ഒരു പ്രത്യേക ദിനം തന്നെയാണ്. തലസ്ഥാനത്ത് എല്ലാം ഒരുവിധം സൗജന്യമാകും. കടകളിൽ കയറി നമ്മൾ ഭക്ഷണം കഴിച്ച് പണം കൊടുത്തില്ലെങ്കിലും നമ്മോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. ഓട്ടോറിക്ഷയിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഡ്രൈവറുടെ പൈസ കൊടുത്തില്ലെങ്കിലും ഒന്നും ചോദിക്കാൻ പോകില്ല. എല്ലാ ഡ്രൈവേഴ്സും ഫ്രീ ആയിട്ട് ഓടുന്ന ദിവസമാണെന്ന്. മാത്രമല്ല മിക്ക വീടുകളുടെയും ജനാലകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഗേറ്റ് സാധാരണ അടച്ചിടുന്നവനാണ് മലയാളി. ഇന്ന് മാത്രം ഗേറ്റ് അവൻ തുറക്കും. അപ്പോൾ അവിടേക്ക് കയറി നിൽക്കാം, അവിടെ പൊങ്കാലയിടാം, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ആറ്റുകാൽ അമ്മയുടെ സവിധത്തിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമല്ല, ആറ്റുകാൽ ക്ഷേത്രത്തിന് എത്രയോ ദൂരെയുള്ള ആളുകൾ പോലും ഈ രീതിയിലാണ്. ഇന്ന് രാവിലെ 9:45 ശുദ്ധ പുണ്യാകത്തോടെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. രാവിലെ 10:15 പണ്ടാരടുപ്പിൽ തീ പകരും. 1:15 പൊങ്കാല നിവേദ്യ സമർപ്പണം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് സ്മിത ഹരിദാസും അതുപോലെ അനുജ രാജേഷും തത്സമയം ചേരുകയാണ്. സുപ്രഭാതം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇത് കവർ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണല്ലോ. അനുജ, സ്മിത, ഗുഡ് മോർണിംഗ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഭക്തി നിർഭരമാണ് അനന്തപുരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. അതെ, അനന്തപുരി ഭക്തി നിർഭരമാണ്. സ്ത്രീകളുടേതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തലസ്ഥാനം. ഇന്നലെ മുതൽ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയോടെ നഗരവീഥികൾ സ്ത്രീകൾ കൈയടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ ഉച്ച കഴിഞ്ഞൊക്കെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഉച്ച കഴിഞ്ഞപ്പോൾ അത് ആളുകളുടെ വരവ് കൂടി. പിന്നീട് രാത്രിയൊക്കെ ആയപ്പോൾ ഈ തെരുവുകളിൽ മുഴുവൻ സ്ത്രീകൾ അവരവിടെ കാത്തിരിപ്പാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ് അതിന് അല്പസമയത്തിനകം വിരാമമാവുകയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷാനിർഭരമായൊരു കാത്തിരിപ്പാണ്. ദേവിയെ കണ്ട് അവരുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അടുത്തൊരു പുതുവർഷത്തിലേക്ക് കടക്കുക എന്ന തരത്തിലേക്ക്. അപ്പോൾ വലിയ സന്ദേശം നൽകുന്ന ഒരു ഉത്സവം കൂടിയാണ്. ഇതൊരു നാടാകെ ഒരു ഉത്സവം കൊണ്ടാടുന്ന കാഴ്ച, അപൂർവമായ കാഴ്ച. ഒപ്പം തന്നെ മതമൈത്രിയുടെ, ഒരുമയുടെ ഒക്കെ, ആതിഥേയ മര്യാദയുടെ, അങ്ങനെ പലതരത്തിൽ സന്ദേശങ്ങൾ കൂടി നൽകുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഞാനിത് ആദ്യമായിട്ടാണ് എത്തുന്നത്. സ്മിത കഴിഞ്ഞ 2-3 തവണയായി സ്ഥിരമായി എത്തുന്നയാളാണ്. അപ്പോൾ എന്നെക്കാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇത്തവണ സ്മിത കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഭക്തർ എത്തിയിട്ടുണ്ട് അല്ലേ? താങ്ക് യു അനുജ. അനുജ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് അടുപ്പിച്ച് നമ്മൾ വരുന്നത്. അതോടുകൂടി ഈ ഐതിഹ്യങ്ങൾ, ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെയുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ പ്രത്യേകം പറയേണ്ടത് ഈ തിരക്ക് തന്നെയാണ്. ഭക്തജനങ്ങളുടെ ഈ വർത്തമാനകാലത്തിലെ ഈ തിരക്ക് തന്നെയാണ്. അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും 2-3 ദിവസമായിട്ട് ഇവിടെ താമസിച്ച് അങ്ങനെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുഴുവനും ഈ തിരുവനന്തപുരം നഗരി അങ്ങനെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളായ ഭക്തരെ കൊണ്ട്. സ്ത്രീകളായ ഭക്തരിങ്ങനെ രാത്രിയും പകലും ഇല്ലാതെ നടക്കുന്നത് കാണാൻ, അത് ഒരു പേടിയുമില്ലാതെ ഇങ്ങനെ നടക്കുന്നത് കാണാൻ വലിയ സന്തോഷമാണ്. അപ്പോൾ ഒരു ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അഖണ്ഡതയുടെ ഒക്കെ സന്ദേശം കൂടി പറഞ്ഞു തരുന്നുണ്ട് ഈ തിരുവനന്തപുരം നഗരി. ആറ്റുകാൽ പൊങ്കാല ദിവസത്തിൽ ഒരുപാട് പേര് വിദേശത്തൊക്കെ ഉള്ളവർ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് അതിനായി വെക്കേഷനൊക്കെ ആ ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ച് വന്നിരിക്കുന്നു ഒരുപാട് ഭക്തർ. ഇന്നിപ്പോൾ രാവിലെ പൊങ്കാല കലങ്ങളിലെല്ലാം റെഡിയാക്കി വെച്ച് തയ്യാറെടുപ്പുകളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ദേവീ ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന വലിയ നീണ്ട നിര നമുക്ക് കാണാം ഭക്തരുടെ. അത് പ്രായഭേദം അങ്ങനെയൊന്നുമില്ല. വൃദ്ധരായവരുണ്ട്, വയസ്സായവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, സ്ത്രീജനങ്ങൾ, ഒരുപാട് യുവതികളുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ, ഭക്തരുടെ വലിയൊരു നിര ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നടക്കൽ തന്നെയാണ് നിൽക്കുന്നത്, ക്ഷേത്ര നടക്കൽ. ഇടയ്ക്കിടയ്ക്ക് ദേവിയുടെ രൂപത്തിൽ ചാർത്തുന്ന ആ സാരി, അതിന് ആ ഒരു വസ്ത്രം അതിങ്ങനെ പുടവ, അതെ, പുടവ ഇങ്ങനെ മാറ്റുന്നത് കാണുന്ന അതിൻ്റെ ഒരു ഭംഗി, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്കായിട്ട് അവർ ആഗ്രഹിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ വഴിപാട് മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദ്രാവിഡ ശില്പകലയിൽ നിർമ്മിച്ചിരിക്കുന്ന, എന്നാൽ കേരളത്തിന്റെ വാസ്തു ശില്പകല ഇതെല്ലാം കൂടി ഇഴുകിച്ചേർന്ന അങ്ങനെ ഒരു പാരമ്പര്യം കൂടിയുണ്ട്. 2 സംസ്കാരങ്ങളുണ്ട്. അതെ, 2 സംസ്കാരങ്ങളുണ്ട്. കണ്ണകി ചരിതം എന്ന് പറയുന്നത് അത് ഇളങ്കോവടികളുടെ ചിലപ്പതികാരവുമാണ്, അതുമായി സാമ്യവും ഉള്ളതുമാണ്. എങ്ങനെയാണ് മധുരാ നഗരിയെ ചുട്ടരിച്ച ശേഷം കണ്ണകി എത്തുന്നത്, അത് കോവിലനെ വധിച്ചതിലുള്ള ആ പ്രതികാരം തീർക്കലാണ്. അങ്ങനെ കോപാഗ്നി ജ്വലിക്കുന്ന കണ്ണുകളുമായി വന്ന് നിൽക്കുന്ന
ആ ദേവിയെ ഏത് തരത്തിലേക്ക് കോപം ശമിപ്പിക്കാൻ ജനങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതാണ്, പ്രജകൾ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് ആ കോപാഗ്നിയെ തണുപ്പിക്കുന്നു. അതാണ് ഈ പൊങ്കാല ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവി ആ തരത്തിലേക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ നൽകുമ്പോൾ പിന്നീട് ശാന്തയായി മാറുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് വടക്കോട്ടാണ് ഈ അമ്പലത്തിൻ്റെ ദർശനം. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനമുള്ളത്. കൊടുങ്ങല്ലൂരും അതേപോലെ തന്നെയാണ്. സാധാരണ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് ദർശനം പതിവ്. ഇവിടെ ഇതൊരു ഒരുപക്ഷെ കളരിയുമായി ബന്ധപ്പെട്ടൊക്കെ ആകാം അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയത് എന്നൊക്കെ ശാസ്ത്രകാരന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളും അതൊക്കെ ഉണ്ട്. അപ്പൊ മുല്ലയ്ക്കൽ തറവാട് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ തറവാടായിരുന്നു. കരമനയാറും കിള്ളിയാറും സംഗമിക്കുന്ന സ്ഥലത്ത് അവിടെ ആ തറവാട്ടിലെ കാരണവർ ഒരിക്കൽ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബാലിക എന്നെ ഒന്ന് നദി കടത്തി തരുമോ എന്ന് ചോദിക്കുന്നു. കടത്തി വിടുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഈ ബാലികയെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു അരുളപ്പാടുണ്ടാകുന്നു. ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ദേവി തന്നെയാണ്, സാക്ഷാൽ ദേവി തന്നെയാണ്. ഇവിടെ നിനക്ക് ദർശനം തന്നതുപോലെ എൻ്റെ ഓർമ്മയിൽ നീ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞ് തൃശൂലം അവിടെ കുത്തുന്നു. അതിൻ്റെ പാട് രാവിലെ കാണുകയുണ്ടായി. അവിടെയാണ് ക്ഷേത്രം. അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഈ 3 വർഷം കൊണ്ട് ഓരോന്നോരോന്നായിട്ട് അത് പഠിച്ച് അത് പറയുമ്പോൾ നല്ല രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായ കഥകൾ കൂടിയുണ്ട്. കൂടാതെ മഹിഷാസുരനെ വധിച്ചു കഴിഞ്ഞ് എത്തിയ ഭദ്രകാളി അങ്ങനെ സ്വീകരിക്കപ്പെട്ട അത് ആനയിച്ച് ഇവിടെ കുടിയിരുത്തി എന്നുള്ള വിശ്വാസം അത് വേറെയും ഉണ്ട്. പിന്നെ ഈ മധുരാപുരി ചുട്ടരിച്ചിട്ട് വരുമ്പോൾ കന്യാകുമാരി കടന്ന് ഇവിടെ എത്തുന്നു. ഇവിടെ കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ഇവിടെ എത്തുന്നു. അത് ഈ ചിലമ്പ് മോഷ്ടിച്ചതിന് കോവിലിനെ കൊന്നുകളയുകയാണ് പാണ്ഡ്യരാജാവ്. അത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു. അതിലാണ് കണ്ണകി ആ ഒരു പതിവ്രതയുടെ ശക്തി കൂടി തെളിയിക്കുന്നതാണ്. ചുട്ടരിച്ച് കളയുകയാണ്. മധുരാ നഗരി ആകെ ചുട്ടരിച്ച് കളയുന്നു. പാണ്ഡ്യരാജാവിനെ വധിക്കുന്നു. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അല്ലാതെ ബാക്കി എല്ലാവരും ആ കോപാഗ്നിയിൽ വെന്തൊരുകിപ്പോയി എന്നുള്ളതാണ് ഈ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ ദേവിയുടെ കോപം ശമിപ്പിക്കുന്ന ദിനമാണ് പൊങ്കാല. പൊങ്കാല ഇട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. തോറ്റമ്പാട്ടുണ്ട്. തോറ്റമ്പാട്ട് ഓരോ ദിവസവും ഓരോ കഥയാണ്. ഇന്നിപ്പോൾ പാണ്ഡ്യരാജാവിനെ വധിച്ച് ആ ശിരസ് മഹാദേവൻ അർപ്പിക്കുന്ന കഥ തോറ്റമ്പാട്ടുകാർ പാടും. അതോടെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. അല്പസമയം കഴിയുമ്പോൾ 9:45 ശുദ്ധ പുണ്യാഹം തോറ്റമ്പാട്ടുകാർ ഈ കഥ ഇങ്ങനെ അത് പാടിക്കൊണ്ടിരിക്കും. നേരത്തെ സ്മിത പറഞ്ഞതുപോലെ അത് ഒരു കുടുംബത്തിലുള്ളവർ അല്ലേ സ്ഥിരമായി അതിങ്ങനെ ചെയ്യുന്ന ഒരു അനുഷ്ഠാനം പോലെ എഴുതി വയ്ക്കാതെ ഇങ്ങനെ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുക എന്നതാണ് ശുദ്ധ പുണ്യാഹം. പിന്നീടാണ് ഈ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുക എന്നുള്ള ചടങ്ങ്. അത് ആദ്യം തന്നെ ആ അഗ്നി തെളിയിക്കുന്നത് ശ്രീകോവിലാണ്. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അഗ്നി തെളിയിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ക്ഷേത്രം തിടപ്പള്ളിയിലെ പണ്ടാരയടുപ്പിൽ മേൽശാന്തി ഈ ദീപം തെളിക്കുന്നു. ആ ദീപം സഹമേൽശാന്തിക്ക് കൈമാറുന്നു. സഹമേൽശാന്തി പിന്നീട് ക്ഷേത്രം തിടപ്പള്ളിയിലും വലിയ തിടപ്പള്ളിയിൽ അവിടുത്തെ പണ്ടാരയടുപ്പിൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടാരടുപ്പിലേക്ക് ദീപം തെളിയിക്കുന്നതോടെ കതിനവെടി മുഴങ്ങും, ചെണ്ടമേളം മുഴങ്ങും. അതാണ് സൂചന. അപ്പോൾ ഭക്തർ തങ്ങളുടെ അടുപ്പുകളിൽ അഗ്നി തെളിയിക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിനായ അടുപ്പുകളിലേക്ക് തീ പകരുന്ന ആ ഒരു ചടങ്ങ് 10-15 കൃത്യം നടക്കും. അങ്ങനെയാണ് ആ പൊങ്കാല നിവേദ്യം എന്നുള്ളത് തയ്യാറാക്കുന്ന. അപ്പൊ പൊങ്കാല നിവേദ്യത്തിന് മുൻപായുള്ള ദേവീ ദർശനമുണ്ട്. ആ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള നീണ്ട നിരയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് പേര്. താങ്ക് യു സ്മിത ആൻഡ് താങ്ക് യു അനുജ.